പേര് മൾട്ടി വാലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വാലറ്റ് BNBയുടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാലറ്റ് എടുക്കുക. BFSC നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ BFSC ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കോമൺ ആയിട്ട് ഇതിൻ്റെ പ്രൈവറ്റ് കീയിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈവറ്റ് കീ തന്നെ എടുത്തിട്ട് BFSCയുടെയും വാലറ്റ് ആദ്യം ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ BNBയുടെ വാലറ്റ് എടുത്തിട്ട് ഇവിടെ കണ്ടില്ലേ 3 വരയിൽ ടച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഏറ്റവും അവസാനം അഡ്വാൻസ് ഇവിടെ കണ്ടില്ലേ, അഡ്വാൻസ്ഡ് ഓപ്ഷൻ. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസാണ്. ഏറ്റവും അടിയിലായിട്ട് ക്രിയേറ്റ് സബ് വാലറ്റാണ് അവർ. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വാലറ്റും അഡ്രസ്സൊക്കെ വരും. അങ്ങനെ ഇവിടെ കണ്ടില്ലേ ആഡ് വാലറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2-3 ഓപ്ഷൻ ഉണ്ട്. ആഡ് 1 വാലറ്റ്, ആഡ് ബാച്ച്ഡ് വാലറ്റ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒറ്റയടിക്ക് നമുക്ക് കുറേ ഉണ്ടാക്കണ്ട. അപ്പോൾ ഈ നടുക്ക് കാണുന്ന ആഡ് ബാച്ച്ഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എത്ര വാലറ്റാണ് വേണ്ടത്? 20 എണ്ണം വേണമെങ്കിൽ 20 അടിക്കാം. 100 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 100 അടിക്കാം. ഓക്കെ, 200 എണ്ണം വേണമെങ്കിൽ 200 എണ്ണം അടിച്ചു കൊടുക്കുക. കൺഫേം കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക, വാലറ്റിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ പാസ്വേഡൊക്കെ ചോദിച്ചേക്കാം. ചില ഫോണുകളുടെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് വരാം. എന്നിട്ട് അവസാനം ഇപ്പോൾ ഇവിടെ പുറകിൽ കണ്ട പോലെ തന്നെ കണ്ടില്ലേ, മാനേജ് വാലറ്റ്, ക്രിയേറ്റ് സബ് വാലറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ വരാം. എന്നിട്ട് ഇങ്ങനെ പോവുക. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ആഡ് വാലറ്റ് രണ്ടാമത് മിഡിലിൽ ഇത് വരാം. ബാച്ച്ഡ് വാലറ്റ്, ആഡ് ബാച്ച്ഡ് വാലറ്റിൽ വന്നിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുക. എത്ര വാലറ്റാണ് വേണ്ടത് അത്ര കൊടുത്ത് കൺഫേം ചെയ്ത് പാസ്വേഡ് ചോദിച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൾട്ടി വാലറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും.